കാർഗിൽ വിജയ് ദിവസിൽ രാജ്യദ്രോഹ നിലപാടുമായി ഇടത് ബാങ്ക് യൂണിയൻ. സംസ്ഥാന സമ്മേളനത്തിൽ പർവേഷ് മുഷറഫിനെ അനുസ്മരിച്ച് പ്രവർത്തന രേഖ. രാഷ്ട്രവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരള. വിവരങ്ങളുമായി വിനീഷ് ചേർന്നുണ്ട്. വിനീഷ്, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമ്മേളനം 23ാം സംസ്ഥാന സമ്മേളനം നാളെ ആരംഭിക്കാനിരിക്കുന്നു. ആ പ്രവർത്തന രേഖയിലാണ് രാജ്യവിരുദ്ധ നിലപാടുമായി ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ അനുഭാവമുള്ള യൂണിയൻ അംഗങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായ പർവേഷ് മുഷറഫിനെ ഈ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ അനുസ്മരിക്കാനുള്ള ഒരു തീരുമാനമായിരിക്കുന്നു രാജ്യവിരുദ്ധ നിലപാടിലൂടെ ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ഭാരവാഹികൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. കാർഗിൽ യുദ്ധ വിജയ ദിനത്തിൽ ഇന്ന് രാജ്യം മുഴുവനും ധീര ജവാന്മാർക്ക് വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. നാളെയാണ് ഇവരുടെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത്. 23ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് നടക്കുന്നത്. ആലപ്പുഴയിൽ നടക്കുന്ന ഈ സമ്മേളനത്തിലെ പ്രവർത്തന രേഖയിലാണ് അനുസ്മരണ റിപ്പോർട്ടായി പർവേഷ് മുഷറഫിന്റെ പേരും പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ന് കാർഗിൽ ദിനത്തിന്റെ വിജയത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ, വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ നിലവിൽ രാജ്യദ്രോഹ നിലപാടുമായി ഒരു ബാങ്കിന്റെ ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അത് രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന സംഭവമായി മാറുകയാണ്. ഒപ്പം തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യവും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നാളെ ആലപ്പുഴ MP KC വേണുഗോപാലാണ് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടുത്തെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരിക്കും പരിപാടിക്ക് തുടക്കം കുറിക്കുക. ഈ ഒരു പ്രതിനിധി സമ്മേളനത്തിൽ ഈ അനുസ്മരണ പരിപാടിയിൽ പർവേഷ് മുഷറഫിന്റെയും പ്രത്യേകിച്ച് കാർഗിൽ യുദ്ധ സമയത്ത് രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ പിൻപന്തിയിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധ നിലപാടുകളുമായി നിന്ന നേതാവായിരുന്നു മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായ പർവേഷ് മുഷറഫ് എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം പിന്നീടാണ് പാകിസ്ഥാന്റെ പ്രസിഡന്റായി മാറുന്നതും. എന്തായിരുന്നാലും പാകിസ്ഥാൻ സൈനിക മേധാവിയായിരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ കാർഗിൽ യുദ്ധം നടക്കുന്നതും എന്നതും ശ്രദ്ധേയമായിരുന്നു. ഈ ഒരു ദിനത്തിലാണ് ഇദ്ദേഹത്തെ അനുസ്മരിക്കാൻ കേരളത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു വിഭാഗം ഒരു ബാങ്ക് ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നതാണ് രാജ്യത്തിന് തന്നെ നാണക്കേടാകുന്ന സംഭവത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നതിലൂടെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒരു നിലപാടിലേക്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ നേതാക്കൾ എത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. വിഷ്ണു, വിനീഷ, ഒരുപക്ഷെ ഈ ഒരു സംഭവത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെന്നുകൂടി കരുതേണ്ടതല്ലേ? തീർച്ചയായിട്ടും വ്യക്തമായ രാഷ്ട്രീയ അജണ്ട ഈ ഒരു വിഷയത്തിലുണ്ട്. നേരത്തെ തന്നെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന തരത്തിലാണ് ഇടതുപക്ഷ സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ പ്രവർത്തനവും നടക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ അനുകൂല സംഘടന, അത്തരത്തിൽ അനുകൂലമായി നിൽക്കുന്ന സംഘടനയാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫ് യൂണിയൻ. ഇവരുടെ 23ാം സമ്മേളനത്തിൽ തന്നെയാണ് ഇവർ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റായ പർവേഷ് മുഷറിന് അനുസ്മരണം നൽകിക്കൊണ്ടുള്ള പ്രവർത്തന രേഖ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് തന്നെ രാജ്യത്തിന് നാണക്കേടുണ്ടാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്ന് തന്നെയാണ് ബാങ്ക് മേഖലയിലുള്ള ജോലി ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ആ ഉദ്യോഗസ്ഥർക്കിടയിലാണ് ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പരാമർശവും രാജ്യത്തിനെതിരെ നിന്ന ഒരു വ്യക്തിയെ അനുസ്മരിക്കാനുമുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നത്. ഏറ്റവും ദുഃഖകരം അല്ലെങ്കിൽ ഖേദകരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്നാണ് നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ മരിച്ച അല്ലെങ്കിൽ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദിവസം. ആ ദിവസത്തിന് അടുത്ത ദിവസമാണ് ഇതിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 23ാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. ഈ സമ്മേളന വേദിയിലാണ് രാജ്യം മുഴുവൻ വീരമൃത്യു വരിച്ച ധീര ജവാന്മാരെ അനുസ്മരിക്കുമ്പോൾ അതിനോടൊപ്പം മറ്റൊരു പരിപാടിയിൽ, ഒരു സംസ്ഥാന സമ്മേളന പരിപാടിയിൽ പാകിസ്ഥാന്റെ മുൻ പ്രസിഡന്റിനെ അനുസ്മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രാജ്യവിരുദ്ധ നിലപാട് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ യൂണിയൻ ഭാരവാഹികൾ പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
വിനീഷ, ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, രാജ്യത്ത് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും അതിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംഘടനകളുണ്ട്, ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും രാജ്യത്ത് നടക്കുന്നതിന് തണലൊരുക്കുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പോലും ഇത്തരം നടപടികളൊക്കെ തന്നെയും വിരൽ ചൂണ്ടുന്നത് ആ ഒരു കാര്യത്തിലേക്ക് തന്നെയല്ലേ? സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ രാജ്യത്ത് തന്നെ നടക്കുന്ന ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂടുതലായി തണലൊരുക്കുകയല്ലേ CPM ചെയ്യുന്നത്? ഇത്തരം പ്രവർത്തികളും ആ ഒരു കാര്യം തന്നെയല്ലേ വിരൽ ചൂണ്ടുന്നത്? ഇടതുപക്ഷ അനുകൂല സംഘടനകൾ നമുക്ക് അവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാകും. ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന കാലഘട്ടം മുതൽ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം സന്ദീപ് വാര്യർ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ എന്താണ് നടന്നിട്ടുള്ളത്, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുള്ളത്, ഈ ഒരു അജണ്ട ആരുടെ ഭാഗമാണ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും വരും ദിവസങ്ങളിൽ ശക്തമായൊരു പരിശോധന, ഒരു അന്വേഷണം തന്നെ ഉണ്ടാവേണ്ടതാണ്. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു വിഷയം ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു നിർണായകമായ ദിവസത്തിൽ വിരൽ ചൂണ്ടുന്നതും വളരെയധികം ഗുരുതരമായൊരു വിഷയമായിട്ട് തന്നെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു, ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത് നാളെയാണ്. 23ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിലാണ് നടക്കുന്നത്. ഈ പരിപാടിയിലാണ് പർവേഷ് മുഷറഫിനെ അനുസ്മരിക്കാനുള്ള ഒരു തീരുമാനം പ്രവർത്തന രേഖയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രവർത്തന രേഖയിലുള്ള വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.